ഈ റിട്ടയർഡ് ആയിട്ടുള്ള അച്ഛനമ്മമാരില്ലേ, ലൈക്ക് ജസ്റ്റ് ഒരു ആവറേജ് ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് തൻ്റെതായ രീതിയിൽ ജീവിച്ചു പോകുന്ന അച്ഛനമ്മമാർ, പ്രത്യേകിച്ചും പെൺമക്കൾ മാത്രമുള്ള അച്ഛനമ്മമാർ, അവർക്ക് ആരും പ്രൊവൈഡ് ചെയ്യാനുണ്ടാവില്ല മെയിൻ്റനൻസ് ആയിട്ടോ, അല്ലെങ്കിൽ അവർ തന്നെ ചിലപ്പോൾ എടുക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. കാരണം ചില ആളുകൾക്ക് അങ്ങനെയുണ്ട്, പെൺമക്കളുടെ കയ്യിൽ നിന്നും ഞങ്ങളൊന്നും വാങ്ങിക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർക്കുള്ള ചെറിയ കൃഷി സ്ഥലങ്ങളും അങ്ങനെയുള്ളതൊക്കെ നോക്കി നടത്തി അതിലെന്തെങ്കിലും കൃഷികളൊക്കെ ചെയ്ത് അങ്ങനെ ആവറേജ് ആയിട്ടുള്ള ഒരു ലൈഫ് അവർ ലീഡ് ചെയ്തു പോകും. അപ്പോൾ ഈ സമയത്ത് ഈ പെൺമക്കൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് പറയട്ടെ, അവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ സമയമുള്ളപ്പോൾ അവർ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് നിന്ന് ആ ചീരയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കാൻ, അല്ലെങ്കിൽ പയറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കെട്ടി 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 വിൽക്കണമല്ലോ, കച്ചവടക്കാർ വന്ന് എടുക്കുമായിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യാൻ സഹായിക്കുക. അല്ലെങ്കിൽ ചെറിയ ചെറിയ അവർ അധികം എന്തൊക്കെയാണോ അച്ഛനും അമ്മയും ചെയ്യുന്നത് അതിൽ ഭാഗവക്കാകുക. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളിൽ ചെറിയൊരു അംശമൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പക്ഷേ നിങ്ങൾ അവിടെ ചെന്ന് നിന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളത് വാങ്ങിക്കുകയാണ് വേണ്ടത് അവരുടെ അടുത്ത് നിന്ന്, അല്ലേ? പൈസ കൊടുത്ത് വാങ്ങിക്കാമല്ലോ. അതെന്തായാലും അവർ വിൽക്കാൻ വെക്കുന്നതല്ലേ. അച്ഛനും അമ്മയ്ക്കും മടിയായിരിക്കും മോളെ പൈസ തരുമെന്ന് പറയാനായിട്ട്. നമ്മൾ പെൺമക്കളല്ലേ, നമ്മൾ മനസ്സിലാക്കണം, അവരിത് ചെയ്യുന്നത് തന്നെ അവർക്ക് എന്തെങ്കിലും വരുമാനം കിട്ടാനല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ എമൗണ്ട്, വിൽക്കുന്ന എമൗണ്ട് തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങളത് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാതിരിക്കുക അവിടെ നിന്ന്. ഇതിപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും, നല്ല പച്ചക്കറി, നല്ല വിഷമയമില്ലാത്തത് കഴിക്കുകയും ചെയ്യാം. അച്ഛനും അമ്മയ്ക്കും നഷ്ടവും സംഭവിക്കുന്നില്ല. എന്ത് പറയുന്നു? ഞാനിത് ഒരിടത്ത് കേട്ടതും കണ്ടതും കൊണ്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ പറയുന്നത് കേട്ടോ. സോ എന്തുകൊണ്ട് നമുക്ക് മാറ്റി ചിന്തിച്ചുകൂടാ? ചിലപ്പോൾ അവർ അറിയുന്നുണ്ടാവില്ല, അവർ ചിന്തിക്കുന്നുണ്ടാവില്ല പെൺമക്കൾ, അല്ലേ? അങ്ങനെയും ആവാം, അല്ലേ? ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കൂ കേട്ടോ. ഇതിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യണം, എന്നാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ് അതിൻ്റെ ആവശ്യമില്ലാത്തത്, പൈസ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പൈസ കൊടുക്കേണ്ടത് ആവശ്യമാണോ, ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെല്ലാം ഒരു സോഷ്യൽ തിങ്കിങ് ആണ് കേട്ടോ. ഒന്ന് ചിന്തിക്കുന്നു, അത്രയേ ഉള്ളൂ. ഞാനൊന്ന് നഡ്ജ് ചെയ്ത് വിടുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ചിയേഴ്സ്.